മോർണിംഗ് എവറി വൺ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ലെസൺസിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസിനെ കുറിച്ചും അതിൻ്റെ സ്കോപ്പ്, ലിമിറ്റേഷൻസ്, ഫങ്ഷൻസ് എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ എടുത്തു. ഇനി അതിൻ്റെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ, അതായത് കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയാണ്. രണ്ട് തരത്തിലാണ് ഡാറ്റകളുള്ളത്. ഒന്ന് പ്രൈമറി ഡാറ്റയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റാസുമാണ്. ഡാറ്റ കളക്റ്റഡിന് ടു ഡിഫറെൻറ്റ് വേയ്സ് കളക്ട് ഡാറ്റ ഡയറക്റ്റ്ലി ഫ്രോം റെസ്പോണ്ട് ചെയ്യുന്നത്. ആ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റാസ് ആണ്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒരു വ്യക്തി നേരിട്ടിട്ട് അതിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അത് പ്രൈമറി സോഴ്സിൽ നിന്നായിരിക്കും അയാൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഏതെന്ന് പറയുന്നത് പ്രൈമറി സർവേ അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റാസ് കളക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ഇതിലുള്ള ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും, ഡയറക്റ്റായിട്ട് ഡാറ്റ കളക്ഷൻസ് കളക്ട് ചെയ്തിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഇതിൽ എൻ്റെ ഡാറ്റ അനലൈസിൽ ഓൾറെഡി കളക്റ്റഡിന് സെക്കൻഡറി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റ കളക്ഷനാണ്. ഈ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ആൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, എടുത്തിട്ട് വീണ്ടും അനലൈസ് ചെയ്യുന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്, സെക്കൻഡറി ഡാറ്റ അനലൈസിസിൽ ഉൾപ്പെടുത്തുന്നത്. ഈ സെക്കൻഡറി ഡാറ്റ അനലൈസിസിൽ ഉൾപ്പെടുത്തുന്നത് ചില എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള, അതായത് പബ്ലിഷേഴ്സ്, അങ്ങനെയുള്ള അതായത് പ്രീ പബ്ലിഷ്ഡ് ആയിട്ടുള്ള അനലൈസിസിനെയാണ് ഏതിൽ ഉൾപ്പെടുത്തുക, സെക്കൻഡറി ഡാറ്റ അനലൈസിസിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതാണ് പ്രൈമറി ഡാറ്റ കളക്ഷനും സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മെത്തേഡാണ്. മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻസ്, മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന്. അതായത് പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ആൾ ഇൻ്റർവ്യൂവർ എന്നുള്ളത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള അനലൈസിസ് ആണ് ഏതിൽ, അതായത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഏതിൽ കിട്ടുന്നത്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസിലൂടെ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ത്രൂ ഇൻഡയറക്റ്റ് സോഴ്സിൽ നിന്നുള്ളത്. അണ്ടർ ദ മെത്തേഡ് റിലേറ്റിംഗ് എൻക്വയറികൾ, ഡിഫറെൻറ്റ് പേഴ്സൺസ് ഇൻ ദ ആൻസർ റെക്കോർഡുകൾ, മെത്തേഡ് മോസ്റ്റ് പേഴ്സൺസ് ഇൻഫോർമേഷൻസ് ഓർ ഏതർ അൺഅവൈലബിൾ അൺവില്ലിങ് ആയിട്ടുള്ള റൈറ്റിങ്സ്, അങ്ങനെയുള്ളതിലാണ് ഏതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻസും ഇതിലുണ്ട് ഉള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ മെത്തേഡാണ്. ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ടു സെൻഡ് റെസ്പോൺസ് ടു ഗിവൺ ഇൻ പേഴ്സൺ. അതായത് ക്വസ്റ്റ്യനെയർ മെത്തേഡിലൂടെയും എന്ത് കളക്ഷൻ നടത്തും, പ്രൈമറി ഡാറ്റ കളക്ഷൻസ് നടത്തും. ഇത് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വിത്ത് എൻക്വയറി. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, വൈഡ് ആയിട്ടാണ്. ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻക്വയറി എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ളതാണ്. ഇത്രയും അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇത്രയും പോയിൻ്റാണ് ഇതിലുള്ളത് ഈ പ്രൈമറി ഡാറ്റ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂവർ ആണ് ഉണ്ടാവുക, ഇൻഡയറക്റ്റ് ഓർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഉണ്ടാവുക, ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഇതിൽ യൂസ് ചെയ്യുക. ഇപ്പം ഇതിൻ്റെ പ്രൈമറി ഡാറ്റയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ആരാണ്, ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, റിലയബിളാണ്, സഫീഷ്യൻ്റ് ആണ്, ഒരു പേർപ്പസ് ഇൻവെസ്റ്റിഗേഷൻ ഇതിൻ്റെ പിന്നിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന് എന്തുണ്ട്, അഡ്വാൻറ്റേജസ് എന്നുള്ളത് എന്തായിരിക്കും, ഒരു പേർപ്പസിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ ഇതിന് എന്തായാലും ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കൺക്ലൂഷൻസ് നമുക്ക് ഏതിൽ കിട്ടും, ഈ പ്രൈമറി ഡാറ്റ കളക്ഷനിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റ കളക്ഷൻസ് ആണ്. സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്നുള്ളത് പറഞ്ഞു ഒന്നിൽ നിന്ന് ഒരാൾ ചെയ്തതിനെ വീണ്ടും അനലൈസ് ചെയ്യുന്നതാണ്. അതായത് ആ സെക്കൻഡറി ഡാറ്റ കളക്ഷൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പബ്ലിഷ്ഡും മറ്റൊന്ന് അൺപബ്ലിഷ്ഡ് ഡാറ്റാസും. ഒന്ന് പബ്ലിഷ്ഡും
ഒന്ന് പബ്ലിഷ്ഡും മറ്റൊന്ന് അൺപബ്ലിഷ്ഡ് ഡാറ്റ കളക്ഷൻസ് ആണ്. ഈ പബ്ലിഷേഴ്സ് സോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന്, പിന്നെ ഏജൻസികൾ വഴി അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നേടിയെടുക്കുന്നതാണ് ഏതിലെന്ന് പറയുന്നത് പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്, അതായത് CSO ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO എന്നുള്ളത്, ആ CSO എന്ന് പറയുന്നത് ഇതിൻ്റെ പബ്ലിഷേഴ്സ് ഡാറ്റാസ്, നാഷണൽ ഇൻകം, സേവിങ്സ്, ക്യാപിറ്റൽ ഫോർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് ഉൾപ്പെടുത്തുക, ഈ സെക്കൻഡറി ഡാറ്റ കളക്ഷൻസിലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഓർഗൻ, നമ്മൾ പറഞ്ഞതാണ് NSSO, അതിൻ്റെ കളക്ഷനും ഏതിലാണ് പെടുക? ഈ സെക്കൻഡറി കളക്ഷൻസ് ഓഫ് ഡാറ്റയിലാണ് പെടുക. അതുകൊണ്ട് തന്നെ ഇതെന്താ ഫിനാൻസ് ആസ്പെക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, നാഷണൽ എക്കണോമി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് NSSOയിലുള്ളത്. പിന്നെ RBIൻ്റെ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ പബ്ലിക്കേഷൻസ്, അതിൻ്റെ കറൻസി, ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ഡാറ്റാസ് ആണ്. പിന്നെ ലേബർ ബ്യൂറോ ആണ്. ലേബർ ബ്യൂറോ എന്ന് പറയുന്നത് ഇതിൻ്റെ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ്, ലേബർ ഇയർ ബുക്ക് അങ്ങനെയുള്ളത് അത് ഏതിലാണ് ഉൾപ്പെടുത്തിയ സെക്കൻഡറി ഡാറ്റ കളക്ഷൻസിലാണ്. പിന്നെ പോപ്പുലേഷൻ സെൻസസ് ആണ്. പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജനറൽ പോപ്പുലേഷൻ സെൻസസുകൾ, അതും ഏതിൽ പെടും? ഈ സെക്കൻഡറി ഡാറ്റ കളക്ഷൻസിലാണ് പെടുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേപ്പേഴ്സ് ആൻഡ് ഫസ്റ്റ് പറഞ്ഞ പബ്ലിഷേഴ്സ്ഡ് ആയിട്ടുള്ള എന്ന് പറയുന്നത് മാഗസീനും ബുക്സുകൾ, പേപ്പേഴ്സ് അങ്ങനെയുള്ള എക്കണോമിക്കലി പൊളിറ്റിക്കലി വീക്കിലികളും ഒക്കെ ഇതിൽ സെക്കൻഡറി ആയിട്ടുള്ള എന്താണ് സെക്കൻഡറി ഡാറ്റ കളക്ഷനിൽ പെടുന്നതാണ്. അപ്പോൾ അത്രയാണ് ഏതിലുള്ളത് സെക്കൻഡറിൻ്റെ സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് സോഴ്സാണ്. സെൻട്രൽ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, NSSO എന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ കളക്ഷൻസ് ആണ്. ഇനി RBIൻ്റെ ലേബർ ബ്യൂറോ, പോപ്പുലേഷൻ സെൻസസ്, പേപ്പേഴ്സ്, മാഗസീൻസ് അങ്ങനെയുള്ളത്. പിന്നെ അൺപബ്ലിഷേഴ്സ്ഡ് ആയിട്ടുള്ള സോഴ്സസുകളും ഏതിൽ ഉൾപ്പെടും? സെക്കൻഡറി ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻസിൽ ഉൾപ്പെടും. അപ്പോൾ അത്രയാണ് ഏതിലുള്ളത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആയിട്ടുള്ളതിൽ ഉൾപ്പെടുന്നത്. ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആയിട്ടുള്ള സർവേകളിൽ നമ്മളിപ്പം ഇതിൻ്റെ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഡാറ്റ കളക്ഷൻസിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഡാറ്റ കളക്ഷൻസിൽ നമ്മൾ രണ്ട് ടൈപ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് അറേസ് ആൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ആൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. സിമ്പിൾ അറേ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അതായത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ടേം ഓഫ് മാർക്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻസ് ടേബിൾ അങ്ങനെയുള്ളതിനെ ഒരു അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ അറേസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ആവറേജ് കാണണമെങ്കിൽ അതിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമ്മൾ തിരിച്ച് അതിനെ അനലൈസ് ചെയ്യുന്ന ഡാറ്റ കളക്ഷൻ അനലൈസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് അറേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി അറേയാണ്. ഫ്രീക്വൻസി അറേസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു റിപ്പീറ്റഡ് സീരീസ് ആണ്. ഇപ്പം മാർക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ലിസ്റ്റിൽ ഒരു മാർക്ക് തന്നെ ഒന്നിലധികം, ഇപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ ആയിരിക്കണം എന്നില്ല, ഒരു കുട്ടീൻ്റെ മാർക്ക് വേറൊരു കുട്ടിക്കും ഉണ്ടാവും. അപ്പോൾ അതിനെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നതിനാണ് ഏതെന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് അറേസ് എന്ന് പറയുന്നത്. ഇതിൽ 3 കോളംസ് ഉണ്ടാവും. ഒന്ന് എന്താണ് മാർക്ക് ഒബ്റ്റെയിന്, പിന്നെ മാർക്സ്, പിന്നെ നമ്മൾ അതിന് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെന്തെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് വാല്യൂ ഓഫ് ഐറ്റംസിനാണ് കൊടുക്കുക. ആ വാല്യൂ ഓഫ് ഐറ്റംസ് കൊടുത്താൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിനെ കാണിക്കുന്ന മൂന്നാമത്തെ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസിനെ കാണിക്കുന്നതാണ് അതിൻ്റെ സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പോൾ ഈ മാർക്ക് ഫ്രീക്വൻസി ആയിട്ട് പറയാമെന്ന് വെച്ചാൽ മാർക്ക് ഇതിപ്പോൾ
ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നതാണെങ്കിൽ യൂണിറ്റ് ടെസ്റ്റിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു മാർക്സ് ആണ്. മാർക്സ് ഒബ്റ്റെയിൻ ചെയ്യുക. പിന്നെ അതിനെ എന്ത് ചെയ്യും, അതിൻ്റെ ടാലി ഷീറ്റ് ആയിരിക്കും, എത്രയാണ് എന്നുള്ള ടാലി ഷീറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അത് ഫ്രീക്വൻസി ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ 20 ഉള്ള മാർക്ക് അത് ടാലി ഷീറ്റിൽ 1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേസമയം 39 എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2. ഇങ്ങനെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിനെ കാണിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഫ്രീക്വൻസി അറേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡാറ്റ ഇൻ എ ഫ്രീക്വൻസി ഈസ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റാസിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡാറ്റ വി നീഡ് ടു മേക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്രീക്വൻസിനെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് 4 ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഡാറ്റയോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയോ വെച്ചിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഒരു ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇൻ്റർവൽ, ക്ലാസ് ഫ്രീക്വൻസി, പിന്നെ മിഡ് പോയിൻ്റ്, മിഡ് വാല്യൂ, അങ്ങനെ വെച്ചിട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത് അത് അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നെ 4 തരത്തിലാണുള്ളത്. ഒന്ന് എക്സ്ക്ലൂസീവായിട്ട് നമുക്കതിനെ അനലൈസ് ചെയ്യാം, ഇൻക്ലൂസീവായിട്ട് അനലൈസ് ചെയ്യാം, ഓപ്പൺ എൻഡ് ക്ലാസ്സസിലൂടെ അനലൈസ് ചെയ്യാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലൂടെ അനലൈസ് ചെയ്യാം. അപ്പോൾ 4 സീരീസാണുള്ളത്. ഒന്ന് എക്സ്ക്ലൂസീവ് സീരീസ്, സെക്കൻഡ് വൺ ഇൻക്ലൂസീവ്, തേർഡ് വൺ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആൻഡ് ലാസ്റ്റ് വൺ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് സീരീസ് ആണ്. എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂഡഡ് മൈക്കിൻ്റെ ടാലി ഷീറ്റിൽ ഒരു ലിമിറ്റഡ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ടാലി ഷീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് ഇത് ടൈപ്പ് ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സസ് ഇൻക്രീസ്ഡ് ബൈ 1 ഓവർ ദ അപ്പർ ലിമിറ്റ് ഓഫ് പ്രീവിയസ് ക്ലാസ്, അങ്ങനെയുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഇൻക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ലിസ്റ്റ് ഇൻ 1 ആൻഡ് ഇറ്റ്സ് എൻഡ്സ് അപ്പോൺ വൺസിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ളതിനെയാണ് കാണിക്കുന്നത്. ഏതിലെന്ന് ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്നുള്ളതിനെ കാണിക്കുന്നത്. ആൻഡ് അപ്പോൾ ഇത്രയും ഇതിലാണ് ഇത്രയും 4 തരം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സക്സസീവ് ആയിട്ടുള്ള ടോട്ടൽ ഗിവൺ ഫ്രീക്വൻസീസിനെയാണ് എന്തെന്ന് കാണിക്കുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാണിക്കുന്നത്. അപ്പം 4 തരത്തിലാണ് ഫ്രീക്വൻസീസ് ഉള്ളത്. ഫസ്റ്റ് വൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വൈൽ മേക്കിങ്ങിന് ടാലി ഷീറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡഡ് ചെയ്ത് കാണിക്കുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ക്ലാസ്സസിനെ കാണിക്കുന്നത് ഇൻക്രീസ്ഡ് ആയിരിക്കാം. നെക്സ്റ്റ് വന്ന് ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആണ്, അത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റിനെ കണക്ട് ചെയ്തിട്ട് ടാലി ഷീറ്റ് ആക്കുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫോംഡ് സക്സസീവ് ആൻഡ് ഓപ്പൺ ഗിവൺ ഫ്രീക്വൻസീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ നോക്കിയത്. കളക്ഷൻ ഓഫ് ഡാറ്റയിൽ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റാസിനെ കുറിച്ച് പറഞ്ഞു. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളതാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് പബ്ലിഷ്ഡും അൺപബ്ലിഷ്ഡും ആയിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡറി ഡാറ്റാസിൽ കാണിക്കുന്നത്. പ്രൈമറി ഡാറ്റാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് നടക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത്. സെക്കൻഡറി എന്ന് പറയുന്നത് ഒരു അതർ പേഴ്സൺസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡാറ്റ അനലൈസ് ചെയ്യുന്നതാണ് സെക്കൻഡറി എന്ന് കാണിക്കുന്നത്. സെക്കൻഡറി ഡാറ്റാസ് എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് ആണ്, അൺപബ്ലിഷ്ഡ് അങ്ങനെയുള്ളതാണ് ഇത് സെക്കൻഡറിയിൽ ഉൾപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസിയാണ്. സെക്കൻഡറിയിലാണ് അറേസും ഫ്രീക്വൻസിയും വരുന്നത്. അത് മാർക്ക് ഫ്രീക്വൻസി ചെയ്യുന്ന 2 തരത്തിലാണ്. അതിനുശേഷം വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീക്വൻസി 4 എണ്ണമാണുള്ളത്. എക്സ്ക്ലൂസീവ്, ഇൻക്ലൂസീവ്, ഓപ്പൺ എൻഡ് ആൻഡ് ക്യുമുലേറ്റീവ് സീരീസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതിൽ ഉള്ളത്.